ഇപ്പോൾ ഇന്ന് രാഹുൽ അരുൺ റിപ്പോർട്ട് ചെയ്യുന്ന പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ കൂടുതലായി അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ വന്നൊരു സംഘമാണ് നേരത്തെ ഈ കടുവ കടിച്ച് കൊന്ന വളർത്തുമൃഗത്തിൻ്റെ ജഡവുമായി എത്തുകയും വീണ്ടും ഈ സമരത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തത്. ഈ കൂടുതൽ ആളുകൾ എത്തുന്നു. അവരുടെ പ്രതികരണങ്ങളെ കൂടി പോകാൻ ഇപ്പോൾ കഴിയുമോ? ശാന്തരാകുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ സമരം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? രതീഷ്, ഞാനിപ്പോൾ ഉള്ളത് പോളിന്റെ മൃതദേഹവും ആയി നടക്കുന്ന പ്രതിഷേധത്തിന് അടുത്താണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്, ഇത് ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള റോഡിലാണ് വനം വകുപ്പിന്റെ ജീപ്പ് തടഞ്ഞു വെക്കുകയും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതും. അപ്പോൾ ഈ പോളിന്റെ മൃതദേഹവുമായി പ്രതിഷേധം അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. ഒരു തരത്തിലും പ്രതിഷേധം അത് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളും വിജയിച്ചു വരുന്നില്ല എന്നതാണ്. നേരത്തെ തന്നെ ഇവർ ആവശ്യപ്പെട്ടതുപോലെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരു അംഗത്തിന് ജോലി, മേഖലയിൽ നമ്മൾ പലതവണ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യം, മേഖലയിൽ ഒരു അറുതിയില്ലാതെ തുടരുന്ന വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണുന്നതിനുള്ള ഇടപെടൽ, അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൃതദേഹവുമായി ഈ പ്രതിഷേധവും തുടർന്നു വരുന്നത്. ഒരാഴ്ചക്കിടെ 2ാം തവണ ഈ വിധത്തിൽ മൃതദേഹവുമായി നടുറോഡിൽ തെരുവിൽ പ്രതിഷേധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വയനാട്ടിലെ ജനങ്ങൾ വന്നു എന്നത് തന്നെയാണ്. നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാവുന്നതാണ്. ചേച്ചി, ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച അജീഷ് ഏട്ടന്റെ ബോഡിയുമായിട്ടുള്ള പ്രതിഷേധം, ഇത് പോളിന്റെ, നിങ്ങളുടെ ഒരു ജീവിതാവസ്ഥകളൊക്കെ എങ്ങനെയാണ് പൊതുവെ ഇവിടെ? ഞങ്ങൾക്കിപ്പോ ഭയങ്കര ഭയമാണ്. ഇങ്ങനെ ജീവിക്കും, കടുവാന്നും പറഞ്ഞോണ്ട് അങ്ങനെ, ആനാന്നും പറഞ്ഞോണ്ട് അങ്ങനെ, എങ്ങനെയാ ജീവിക്കാൻ ഭയങ്കര പേടിയായി. ഞങ്ങളെല്ലാം കർഷകരല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടിലായേക്കുവാണ്. ഇതിനൊരു പരിഹാരം വേണം എന്തായാലും. ഞങ്ങൾക്ക് വയനാടൻ ജനതയ്ക്ക് എങ്ങോട്ടും മാറി താമസിക്കാൻ പറ്റത്തില്ലല്ലോ. വയനാട്ടുകാരുടെ മണ്ണല്ലേ ഇത്. വീട് പുൽപ്പള്ളിയിൽ പുൽപ്പള്ളി ഇവിടെ അടുത്ത് തന്നെ. ഞങ്ങളൊക്കെ കൃഷിക്കാരാ ഞങ്ങളെല്ലാവരും. അപ്പൊ ഇപ്പൊ അവിടെയൊക്കെ ഭയങ്കര കടുവന്റെ ശല്യം കാരണം പുറത്തിറങ്ങരുത്. കടുവ മൂരെ പിടിച്ചെങ്കിലും അടുത്താണോ? അല്ല, അത് 56-ലെ ഇന്ന് പിടിച്ചത്. ഇത് ഇവിടെ ഞങ്ങളിവിടെ ഈ സുരഭിക്കവല അവിടെ ഏരിയയിൽ ഇപ്പൊ ഭയങ്കര കടുവ ശല്യ. ഞങ്ങൾ ആ ഏരിയയിലാ. അപ്പൊ അവിടെ എന്നും ഇങ്ങനെ പഞ്ചായത്തിന്റെ മൈക്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും, പുറത്തിറങ്ങരുത്, അകത്ത് കയറണമെന്ന്. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? കടുവ ഇറങ്ങിയിട്ടുണ്ട് അവിടെ. ഭയങ്കര പ്രതിഷേധം ഇറങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ വീട്ടിനുള്ളിൽ തുടരണമെന്ന് അനൗൺസ് ചെയ്യും. അതെ. അങ്ങനെ അനൗൺസ് ചെയ്യും. എല്ലാരും പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കുന്നവരൊക്കെ അകത്ത് കയറാന് ഒക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട്. ഈ കാൽനട യാത്രക്കാര്, ബൈക്ക് യാത്രക്കാര് ഒക്കെ വീടുകളിൽ തിരിച്ചെത്തണമെന്ന്. അപ്പൊ ഇതിനെന്തായാലും ഒരു പരിഹാരം കാണണമെന്ന് തന്നെയാണ്. കാരണം ഈ മൃഗം എന്ന് പറയുന്നത് അത്ര ഉപദ്രവകാരിയല്ലേ. ഈ വനം വകുപ്പ് ഓരോ തവണയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടുന്നു പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. നമ്മൾ ബുദ്ധിമുട്ടും അല്ലാണ്ട് ഒരു കാര്യമില്ല. ഈ 10-25 വർഷങ്ങളായിട്ട് നമ്മൾ ഇത് അനുഭവിക്കുന്നതാണ്, വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യങ്ങൾ. ഇപ്പോഴൊരു 10 വർഷത്തോളമായിട്ട് ആളുകളെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്കിത് സഹിക്കാൻ പറ്റിയല്ല. നാളെ എനിക്കോ എന്റെ മക്കൾക്കോ ആണ് ഇത് വരുന്നെങ്കിൽ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ധീരതയോടുകൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നതോടെ വരെ പൊരുതും. പരിഹരിക്കുന്ന ഉറപ്പ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കൃത്യമായ പരിഹാരം ഉണ്ടായിരിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. മൃതദേഹവുമായി ഇങ്ങനെ റോഡിൽ ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ അല്ലേ? മൃതദേഹമായിട്ട് റോഡിൽ ഇരിക്കേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആ വീട്ടുകളിലെ അവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനി ഒരിക്കലും അവർ ഇതിനോട് തിരിഞ്ഞു നോക്കിയാല. ഇന്ന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാണ്ട് നാളെ ഇത് പരിഹരിക്കാം എന്ന് ഒരു തീരുമാനം പറയുന്നതല്ലാണ്ട് അത് പരിഹരിക്കാൻ ഇല്ല. വകുപ്പ് മന്ത്രി, വനം മന്ത്രി അല്പസമയം മുമ്പും പറഞ്ഞു എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, പ്രശ്നം പരിഹരിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടോ അതിലൊക്കെ? എന്നും പറയുന്നതല്ലാണ്ട് ഒരിക്കലും അതിനൊരു വിശ്വാസ്യതയില്ല. ഞങ്ങളിത് കേട്ട് മടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പോഴവർ പറയുന്ന വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ വീടിന്റെ ഭാഗം ഇതേ അവസ്ഥ തന്നെയാണോ? അതെ, ഞങ്ങൾ കുന്നത്തുകാല ഭാഗത്താണ് താമസിക്കുന്നത്. അവിടെയാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് എല്ലാ ദിവസവും കടുവയുടെ ശല്യമാണ്. പിന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുകയാണ്, നിങ്ങൾ കടുവ ഇറങ്ങിയിട്ടുണ്ട്, പുറത്തിറങ്ങരുത്. കടുവേനെ പേടിച്ച് ഞങ്ങൾക്ക് ഇപ്പം പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഞങ്ങൾക്കുള്ളത്. പിള്ളേരെയൊക്കെ എന്ത് തരത്തിലാണ് ഞങ്ങൾ സ്കൂളിൽ വിടുന്നത്, സ്കൂളിൻ്റെ അവിടെയൊക്കെ കടുവയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകത്തുള്ളൂ. എന്തായാലും ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് വേണം.
നിങ്ങളിങ്ങനെ പരാതിയൊക്കെ ഉന്നയിക്കുമ്പോൾ വനപാലകർ സ്ഥലത്ത് വന്ന് നോക്കുക, അവരൊന്ന് വന്ന് നോക്കിയിട്ട് പറയും കടുവയല്ല വേറെ എന്തെങ്കിലും മൃഗമാണ്. ഒരു ദിവസത്തെ ഞങ്ങളുടെ മലയുടെ മുകളിൽ ഒരു പന്നീനെ കൊന്നിട്ടു. എന്നിട്ട് അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു കടുവയല്ല പാക്കാനെന്നും പറഞ്ഞിട്ട് അവർ പോയത്. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ഇത് പറയുന്നതിനും അവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങൾ പിടിച്ചിട്ടതാരും കടുവയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ തിരിച്ചു പോകും. അല്ലെങ്കിൽ അവരൊരു ക്യാമറ വെക്കാനോ ഒരു കൂട് സ്ഥാപിക്കാനോ ഒന്നും ഇവർ സന്നദ്ധരാകുന്നില്ല. അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണണം. ഇപ്പൊ ഇത് ഇന്ന് തന്നെ ഇപ്പൊ കണ്ടില്ല 56 പശുവിനെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ കേണിച്ചിറയിൽ പശു പിടിച്ചു എന്ന് പറയുന്നുണ്ട്, സീതാമണ്ണിൽ ആടിനെ പിടിച്ചു പറയുന്നുണ്ട്. ഇത്രയും പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഈ കടുവേനെ ഒന്ന് പിടിക്കാനായിട്ട് ഇവിടെ ആരും തയ്യാറാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. എന്താ അവസ്ഥ, എന്താ പറയാൻ? ഇന്നലെ ശരിക്കും കടുവേനെ കണ്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിനൊക്കെ അടുത്ത് തന്നെ, തൊട്ടടുത്തുനിന്നുള്ള സ്ഥലത്ത് തന്നെയുള്ളത്. അപ്പൊ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞു മക്കളുണ്ടൊന്ന് കളിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഞങ്ങൾ ഓടുവാണ് പെരക്ക് ചുറ്റും. അവിടെ കുഞ്ഞുങ്ങളെ എവിടെ അത്ര സുരക്ഷിതയില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്നതായാലും ഈ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം പറഞ്ഞാൽ പോരാ, ഉറപ്പാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതിനുവേണ്ടിയുള്ള നടപടി ഒരു ശരിക്കും ഞങ്ങൾക്ക് ലിഖിതമായിട്ട് തന്നെ കിട്ടുന്ന രീതിയിലേക്ക് തന്നെ ഞങ്ങൾ അത് കിട്ടുന്നോടം വരെ ഈ സമരം മുന്നോട്ട് തന്നെ നയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. തൊട്ടടുക്കി കൂടിയാണ് പോയത്. പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്, പാല് കൊടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ, എല്ലാവരും കൂട്ടമായിട്ടൊന്നും അല്ല പോകുന്നത്. എല്ലാവരും അവരോരോ അത് റബ്ബർ തോട്ടത്തിലുള്ള ആൾക്കാരുണ്ട്, ഓരോരോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടന്നല്ലേ പറ്റുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ത് സുരക്ഷിതത്വം നമുക്ക് പറയാൻ പറ്റുന്നതുള്ളത്. പല കുഞ്ഞുമക്കളെ മുറ്റത്ത് കളിക്കുന്ന കുഞ്ഞുമക്കളെ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇരിക്കുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുഞ്ഞുമക്കളുടെ സംരക്ഷണം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റ് അതിൻ്റെതായ ശരിയായ ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊക്കെ പറയാനുള്ളൂ. അവരൊന്നും പറയാനില്ല. അതിനുവരെ ജനപ്രതിനിധികളോട് സർക്കാരിനോടൊക്കെ ആവശ്യപ്പെടാനുള്ളത് അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ശരിയായ നിയമം പാസ്സായതിനു ശേഷം മാത്രം ഇത് നിർത്താം എന്നുള്ള, ഈ സമരം അല്ലെങ്കിൽ ഈ പ്രകടനം നിർത്താം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിരിക്കുന്നത്. വിധത്തിലാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എല്ലാ ഓരോ ആളുകളുടെ വാക്കുകളിൽ നിന്നും പ്രകടമാണ് എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ ജീവിച്ചു പോകുന്നതെന്നാണ്. കേട്ടോ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പഴയ നായാട്ട് അനുവദിക്കുക, കൃഷിക്കാർക്ക് മുഴുവൻ തോക്ക് കൊടുക്കുക. പഴയ നായാട്ട് കൃഷിക്കാർക്ക് അനുവദിക്കുക, തോക്ക് കൃഷിക്കാർക്ക് കൊടുക്കുക. എന്തായാലും പ്രാവർത്തികമല്ലല്ലോ. അല്ല, കൃഷിക്കാർ പഴയ തോക്ക് തിരിച്ചു കൊടുത്തേക്കുക. പിന്നെ അവനവന്റെ കൃഷിസ്ഥലത്ത് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നശിപ്പിക്കാനോ കൊല്ലാനോ വെടിവെക്കാനുള്ള അനുവാദം കൃഷിക്കാർക്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ കൃഷിഭൂമി മുഴുവൻ സർക്കാർ ഏറ്റെടുത്തോട്ടെ, വനംവകുപ്പ് ഏറ്റെടുത്തോട്ടെ. എന്നിട്ട് കൃഷിക്കാർക്ക് മാസത്തിൽ 60,000 കൊടുത്ത പൈസ കൊടുത്താൽ എന്നാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും വരില്ലല്ലോ. ഈ വന്യമൃഗങ്ങൾ വന്ന് നമ്മളെ പറമ്പിൽ വേഞ്ഞോട്ടെ. അല്ലാണ്ട് ഇത് രക്ഷയില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു ഫോറസ്റ്റ് ചെന്നിട്ട് ഒരു കൊള്ളി വിറകോ മറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കേസായി. ഈ കേസെടുക്കാനുള്ള വകുപ്പ് ആർക്കാന്ന് വെച്ചാൽ വനം വകുപ്പ്, എക്സൈസ്, പോലീസ്. ഈ കേസിന്റെ ഇത് കൊണ്ട് പേടിച്ചിട്ടാണ് ഒട്ടുമുഖ ജനങ്ങളും ഇതിന് പോവാത്തത്, സമരത്തിന് പോവാത്തത്. കാരണം ഇവർക്കൊരിത് പഠിച്ചുപോയി. എനിക്ക് പറയാനുള്ളത് നായാട്ട് അനുവദിക്കുക, കൃഷിക്കാർക്ക് മുഴുവൻ തോക്ക് അനുവദിച്ചു കൊടുക്കുക. എനിക്കതേ പറയാനുള്ളൂ. കൃഷിയുണ്ട് 5-8 ഏക്കറിന്റെ 8 ഏക്കർ കൃഷി നശിപ്പിച്ചിട്ട് ഇതുവരെ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ എന്റെ വീട്ടിലേക്ക് എന്റെ നെല്ല വന്ന് നോക്കിയില്ല. പത്രത്തിൽ മുഴുവൻ ഉണ്ട്, ചാനലിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ഈ ഉഞ്ചവയിൽ പനമരം എന്റെ പത്രത്തിൽ മുഴുവനുണ്ട്, എന്റെ ഫോട്ടോ അടക്കം. ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനും എന്റെ വീട്ടിൽ വന്ന് എന്റെ നെല്ല് നശിപ്പിച്ചോ വയലിൽ നശിപ്പിച്ചോ ഒന്നും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് പറയാനാ ഇവരോട്? നഷ്ടപരിഹാരം വന്നു നോക്കിയാൽ ഏറുവന്ന 1,200 കിട്ടും. അതിന് റിക്കാർഡ് ശരിയാക്കാൻ തന്നെ ബസ്സിന്റെ വണ്ടി കൂലിയും മറ്റേ കൂലി എല്ലാം കൂടി 10-600 ആ വകയിൽ അതിൽ പോകും. ഇത് ഏതെങ്കിലും കാലത്ത് കിട്ടും. അപ്പൊ ഇതിനെ കൊണ്ടാണ് കൃഷിക്കാർ മുഴുവൻ വഴിയോട്ട് മാറിക്കളയുന്നത്. പണ്ടത്തെ പോലെ പണ്ട് നമ്മൾക്ക് ആനേനെയോ മയിലിനെയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കാട്ടു പോകണം. ഇപ്പൊ ആന ഞങ്ങളിതാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ആനയും വരുന്ന കാട്ടും പിന്നെ കാട്ടുപന്നിയും മയിലും വരുന്നത്. ഞങ്ങളിതാ നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ പശുവിന് വെള്ളം കൊടുക്കുന്ന സമയത്ത് ഈ വറ്റിന്റെ മണി നിന്നാണ് മയില് വരുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇന്ന് രാവിലെ തന്നെ നമ്മളെ പറമ്പിന്റെ അടുത്ത് കരടീനെ കണ്ടെന്ന് ഒരാൾ പറയുന്നത്. ഞങ്ങൾ ആരോട് പുറത്ത് പറയാൻ പോകുന്നില്ല. കാരണം അവിടെ ഫോറസ്റ്റുകാർ വരും, ഞങ്ങളിട്ട് ഓടിക്കും. എന്തിനു നിൽക്കുന്നു? ഇതൊന്നാമത് കേരള സർക്കാരിന്റെ വനംവകുപ്പ് മന്ത്രിന്റെ ഒക്കെ കുറച്ച് വീഴ്ചക്കുറവുണ്ട്. ഒരു കാട്ടുപന്നീനെ മറ്റേ നമ്മൾ വെടിവെച്ച് പിടിച്ചോ, പിറ്റേ ദിവസം ഫോറസ്റ്റുകാർ വെട്ടി പിന്നെ പിടിച്ചുകൊണ്ടുപോകും, പത്രത്തിൽ കൊടുക്കും, ഇയാൾക്ക് അവാർഡും സമ്മാനവും കിട്ടും. നമ്മളോ ജയിലിൽ കിടന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പഴയ നായാട്ട്, തോക്ക്, കാട്ടിലെ ജീവി കാട്ടിൽ തന്നെ. ഞങ്ങളാരും കാട്ടിലേക്ക് പോകുന്നില്ലല്ലോ. എനിക്കതേ പറയാനുള്ളൂ.
ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുക. മന്ത്രി രൂക്ഷമായ അല്പസമയം മുമ്പ് പ്രതികരണങ്ങളാണ് പ്രതികരിച്ചത് ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. രാഹുൽ കെ വിയാണ് അവിടെ ജനങ്ങളുമായി സംസാരിക്കുന്നത്. അവരുടെ ജീവിതാവസ്ഥ എത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് വരുന്നത്.